ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാട്ടോ. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞേക്കാം. വേറെ ഒന്നുമല്ല, ഞാൻ ട്രിക്കാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ആരും അത് എന്താ പറയുക, ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് പോവരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് വായിച്ച് നോക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കിത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിനകത്തെല്ലാം പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിലും അത് തന്നെയാണുള്ളത്. പക്ഷേ അറിഞ്ഞിരിക്കേണ്ടത് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സായിട്ടും അതുപോലെ തന്നെ സമയം ലിമിറ്റഡ് ആകുമ്പോഴും നമ്മളത് എന്താ പറയുക, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പോപ്പപ്പ് ചെയ്ത് വരണമെന്നില്ല ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതുകൊണ്ടാണ് ഈ ട്രിക്കും കൂടി പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇത് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ളതല്ല. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വായിച്ച് നോക്കേണ്ടത് തന്നെയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ജനറൽ ആയിട്ടുള്ള നോളജാണത് ഒരു ഡ്രൈവർക്ക്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കുക. ഓക്കെ. പിന്നെ നോട്ട് ടേക്ക് ചെയ്യുക. നോട്ട് ടേക്കിംഗ് ഒരു ശീലമാക്കുക. നമുക്ക് 30 സെക്കൻഡാണ് ഒരു ക്വസ്റ്റ്യനുള്ളൂ. 30 സെക്കൻഡിനുള്ളിൽ ക്യാപ്ചർ ഉണ്ടെങ്കിൽ അതും കൂടി അടിച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ഞെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്യാപ്ചയുടെ കാര്യത്തിലാണെങ്കിലും നോക്കി ചെയ്യുക. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ. കഴിഞ്ഞ വീഡിയോയിൽ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത്തവണ 30 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. എനിക്കും കുറച്ച് എളുപ്പമാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു MBD ലീഡ്സിലെ ക്വസ്റ്റ്യൻസാണ്. ഞാനാണെങ്കിൽ റോങ് ആയിട്ടാണ് കുറേയൊക്കെ പെട്ടെന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിനകത്ത് പച്ച ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ റൈറ്റ് ആൻസേഴ്സ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം, അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ അടയാളപ്പെടുത്തി ഏറ്റവും ലാസ്റ്റ് മോക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വ്യൂ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ ഇതൊക്കെ ഉണ്ടാവും. ഞാൻ ശരിക്കും വായിച്ച് നോക്കിയിട്ടില്ല അത് ആൻസർ ചെയ്താണോ. ഓക്കെ. അപ്പോൾ നമുക്ക് പോവാം അതിനകത്തേക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് കണ്ടോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഇങ്ങനത്തെ ഒരെണ്ണം തരുവാണെങ്കിൽ 4 ശരിയാണ് എന്നുള്ളതാണ്. D ഓപ്ഷൻ 4 ശരിയാണ് എന്നുള്ളെങ്കിൽ മിക്കതിലും 4 ശരിയാണ് എന്നുള്ളതാണ് വരിക. ഓക്കെ. അപ്പോൾ അത് അങ്ങനത്തെ അല്ലാത്തത് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യുക. ഓക്കെ. 4 ശരിയാണ് എന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യുക. ഓക്കെ. ഇനി ഈ ഒരു സൈന് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. വലത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൈൻ ഏതാണ്? സൈന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക. അത്രയ്ക്ക് വലിയ പാടുള്ള കാര്യമല്ല ഈ സൈന്. ഇങ്ങനെ റൗണ്ടിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചനകൾ. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വഴിയുണ്ട്, വലത്തേക്ക് വഴിയുണ്ട്, മുന്നിലേക്ക് വഴിയില്ല, മുന്നിലൊരു പ്രധാന റോഡാണ്, 1 വേ ആണ്, 2 വാഹനങ്ങൾക്കും പോകാനായിട്ട് സാധിക്കില്ല എന്നൊക്കെയുള്ള സൈൻസൊക്കെ ഈ റൗണ്ട് റെഡ് സർക്കിളിലാണ് കൊടുക്കുക. ഓക്കെ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സൈനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്കെങ്കിലും പോകുമ്പോഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും, ഇത് ഇങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ളതാണ്. സിഗ്നലൊക്കെ നോക്കുക. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് മറക്കില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പ്രത്യേകത എന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാവേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിഴ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് 5000 രൂപയായിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഈ 5000 രൂപ കറക്റ്റ് ആൻസർ അല്ലാത്ത ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു വയ്ക്കുക. മിക്കതിൽ 5000 ആയിരിക്കും. 5000 അല്ലാത്ത ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഓവർ സ്പീഡ് 4000, അത്രയും നമ്മൾ ഓർത്തിരിക്കുക. ഓവർ സ്പീഡ് 4000. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യന് 2 വരി പാതയുടെ അടിസ്ഥാന നിയമം എന്താണെന്ന്. ഓക്കെ. 2 വരി പാതയുടെ അടിസ്ഥാന നിയമം എന്താണ്? റൈറ്റ് ആൻസർ എന്താണ്? ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടത് ലൈനിൽ തന്നെ തുടരുക. ഓക്കെ. അപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതിന് ഇടത് ലൈനിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. ചെയ്യുന്നില്ലെങ്കിൽ ഇടത് ലൈനിൽ തന്നെ തുടരുക. ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്നാട്ടോ, ഇടത് ലൈനിൽ തന്നെ തുടരുക. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ 2 വരി പാത എന്ന് പറയുമ്പോഴത്തേക്ക് ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇടത് ലൈനിൽ തുടരുക. ഓക്കെ. അതാണ്. പിന്നെ ഇതിനകത്ത് റൈറ്റ് ആൻസേഴ്സ് മാത്രം നമ്മൾ വായിച്ചാൽ മതി. ഈ ഒരു എന്താ പറയുന്നത് പച്ച ബോക്സിലുള്ള സംഭവം മാത്രം നമ്മൾ വായിക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ, ഇനിയിപ്പോൾ എക്സാമിന് പോവുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം വായിച്ചിട്ടാണ് പോകണമെങ്കിൽ നമുക്ക് ഏതാണ്
സോറി ഏതാണ് ശരിയെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള സംഭവം മാത്രം നമ്മൾ വായിച്ച് നോക്കുക, ബാക്കി അങ്ങ് വിടുക. അപ്പോൾ നമുക്ക് ഏകദേശം ഓർമ്മയുണ്ടാവും, ഇതാണ് വായിച്ചത്, ഓക്കെ ഇതാണ് എനിക്ക് ഓർമ്മയുള്ളത്, ഈ ഒരു ലൈൻ കേട്ട് പരിചയമുണ്ട്, ഞാൻ ഓർക്കുന്നു എന്നുള്ള ആ ഒരു ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. മറ്റേതിന് കുറച്ച് ടൈം എടുക്കും, ഏതാണ് ശരി, അയ്യോ ഏതാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് നമ്മുടെ ടൈം പോവും. ഇവിടെ ടൈം മാനേജ്മെൻറ്റാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, റൈറ്റ് ആൻസേഴ്സ് മാത്രം എടുക്കുക, ഓർത്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, റോഡിൽ നിങ്ങളുടെ വശത്ത് ഒരു തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകുക. ഓക്കെ, സി ഓപ്ഷനാണ്, വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകുക. അത് റോഡിൽ നിങ്ങളുടെ വശത്ത് ഒരു തടസ്സം ഉണ്ടെങ്കിൽ എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ട്രാഫിക്കിൻ്റെ മുൻഗണന എന്നും കൂടി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കല്ല മുൻഗണന, ട്രാഫിക്കിനാണ് മുൻഗണന. ഓക്കെ, നമ്മളുടെ വശത്തു നിന്നാണ്. അതിപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ റിയൽ ലൈഫിലൊക്കെ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതല്ലേ? എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ KSRTC ബസ്സിലൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക്കിൽ എന്തെങ്കിലും പണി നടക്കുകയാണെങ്കിൽ ആ KSRTC ഏത് ട്രാഫിക്കാണ് പോണത് അതിനല്ലേ മുൻഗണന നൽകുന്നത്. അത് പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടത്തി വിടുള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് റിയൽ ലൈഫുമായിട്ടും കമ്പയർ ചെയ്യുവാണെങ്കിലും പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇത് വായിച്ച് നോക്കിയില്ലെങ്കിലും പെട്ടെന്ന് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രം അതിനെപ്പറ്റി ചിന്തിക്കുക. അല്ലാത്ത പക്ഷം ഇത് കാണാപ്പാടം തന്നെ അങ്ങോട്ട് പഠിച്ചു വയ്ക്കുക. അല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്കില്ല, ടൈം ലിമിറ്റഡാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലെയിം ട്രിബ്യൂണൽ വിധിച്ച നഷ്ടപരിഹാരത്തിൻ്റെ തർക്കത്തിലുള്ള തുക ഡാഷ് രൂപയിൽ കുറവാണെങ്കിൽ അപ്പീലുകൾ നിലനിൽക്കില്ല. എത്ര രൂപയിൽ കുറവാണെങ്കിൽ? അപ്പോൾ ക്ലെയിം ട്രിബ്യൂണൽ എന്ന് പറയുമ്പോൾ 1,00,000. ഓക്കെ, 1,00,000 ഇതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ അത് ശരിക്കും നോട്ട് ടേക്കിങ്ങിൽ ക്ലെയിം ട്രിബ്യൂണൽ എന്ന് എഴുതുക, 1,00,000 എന്ന് എഴുതുക. അപ്പോൾ നേരത്തെ എന്തായിരുന്നു? ഓവർ സ്പീഡ് എത്രയായിരുന്നു? 4,000 രൂപ. ഓക്കെ, ഓവർ സ്പീഡിന് 4,000, ക്ലെയിം ട്രിബ്യൂണൽ 1,00,000. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ച് സമയം കളയാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. ഇതിനകത്ത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് നേരത്തെ എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് 25 വയസ്സായാലാണ് ലേണേഴ്സ് ലൈസൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ സെക്ഷൻ 4, സെക്ഷൻ 7 എന്ന ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ, പിന്നെ സെക്ഷൻ 4, സെക്ഷൻ 7, സെക്ഷൻ 9, സെക്ഷൻ 8 എന്ന് കാണുകയാണെങ്കിൽ അപ്പം തന്നെ 25 എന്നടിച്ചു കൊടുക്കുക. ഓപ്ഷൻസ് നോക്കുക, 25 എന്നടിച്ചു കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് പെർമിറ്റഡ് ടു ടേക്ക് ലൈസൻസ് ഇൻ ലൈഫ് ടൈം. അതും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത മാത്രമാണ്. അപ്പോൾ ഡി ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? 25 ആയിരിക്കും. അങ്ങനെയും നമുക്ക് ഇതാക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഓർത്തിരിക്കാം, 2 തരത്തിലും ഓർത്തിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതുപോലെ ഓർത്തിരിക്കുക. ഇപ്പോൾ എനിക്ക് എളുപ്പമുള്ളത് എങ്ങനെയായിരിക്കണം അതുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ വേറൊരാൾക്ക് പഠിക്കുമ്പോൾ എളുപ്പമുള്ളത്. അപ്പോൾ പഠനത്തിൻ്റെ രീതി ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും, അവർക്ക് മനസ്സിൽ കയറുന്ന വ്യത്യാസമായിരിക്കും, അതനുസരിച്ച് പഠിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ അനുവാദമുള്ള യാത്രക്കാരുടെ എണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡാഷ് ആണ്. അപ്പോൾ യാത്രക്കാരുടെ എണ്ണം ഇതിനകത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, യാത്രക്കാരുടെ എണ്ണം പ്രത്യേകം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ, അതായത് ബസ്, അതിനൊന്നും ലിമിറ്റഡ് ഒന്നുമില്ല, ഇത്ര പേർക്ക് കയറാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അതല്ലാത്ത ട്രെയിന് ഒക്കെ പ്രൈവറ്റ് അല്ലല്ലോ, പബ്ലിക് അല്ലേ, പബ്ലിക് ട്രാൻസ്പോർട്ടല്ലേ. അപ്പോൾ അതിനല്ല ഉദ്ദേശിച്ച് പ്രൈവറ്റ് ആയിട്ടുള്ളത് കേട്ടോ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ. ഏതാ ക്വസ്റ്റ്യൻ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇനി നമ്മൾ ചെയ്തു വരുമ്പോൾ എന്താണെങ്കിലും ആ ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാം കേട്ടോ, ഈ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഏതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുക, വലത്തോട്ടോ ഇടത്തോട്ടോ എന്നാട്ടോ തിരിയുമ്പോൾ ഇത് കൂടുതൽ സുരക്ഷിതമാണ്, ഏത്? ആൻസർ എന്താ വരിക? ഇലക്ട്രോണിക് ഇൻഡിക്കേറ്ററുകളും ഹാൻഡ് സിഗ്നലും ഉപയോഗിക്കുക. ഓക്കെ,
വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ എന്ന് എഴുതിയിട്ട് ഇലക്ട്രോണിക് ഇൻഡിക്കേറ്ററുകളും ഹാൻഡ് സിഗ്നലുകളും എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ കൂടുതൽ എഴുതി വെച്ചു അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമോ എന്നൊന്നും ആലോചിക്കേണ്ട. നമ്മൾ ജസ്റ്റ് എഴുതി വയ്ക്കുക. ഇത് ബുക്കിൽ എഴുതി വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരാനായിട്ടുള്ള അടുത്തൊരു ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും. അതാണ് വേറൊരു പ്രത്യേകത. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു യു ടേൺ എടുക്കുന്നതിന് മുന്നേ ഒരു ഡ്രൈവർ എന്താണ് പരിശോധിക്കേണ്ടത്? യു ടേൺ എടുക്കുന്നതിന് മുന്നേ എന്താണ് പരിശോധിക്കേണ്ടത്? ബ്ലൈൻഡ് സ്പോട്ടുകളും എല്ലാ ദിശയിലുള്ള ട്രാഫിക്കുകളും. ഓക്കെ, ബ്ലൈൻഡ് സ്പോട്ടുകളും എല്ലാ ദിശയിലുള്ള ട്രാഫിക്കുകളും. അപ്പോൾ അത് മാത്രം നമ്മളുടെ ആ യു ടേൺ, ബ്ലൈൻഡ് സ്പോട്ട്, ട്രാഫിക്. ഓക്കെ, അത് നോട്ട് ടേക്ക് തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻസ് പെട്ടെന്ന് കിട്ടാനായിട്ടാണ് പറയുന്നത്. പെട്ടെന്ന് ഓപ്ഷൻസ് യു ടേൺ എടുക്കുന്നതിന് ബ്ലൈൻഡ് സ്പോട്ടുകളും എല്ലാ ദിശയിലുള്ള ട്രാഫിക്കുകളും എന്നുള്ളതിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക, പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയാണ് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഒരു സംഭവം നല്ല എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 177A, സെക്ഷൻ 177, സെക്ഷൻ 184, സെക്ഷൻ 185 എന്നുള്ളതാണ് ഓപ്ഷൻസിൽ വരിക. അതിനകത്ത് ഇത്തിരി എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണാവുന്നത് എന്തോന്നാ? സെക്ഷൻ 177A. അതാണ് അതിൻ്റെ ആൻസർ. ഇങ്ങനത്തെ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ഈ ഒരൊറ്റ ക്വസ്റ്റ്യനാണ്, ഞാൻ ചെയ്തതിൽ കണ്ടിട്ടുള്ള ഈ ഒരൊറ്റ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ സെക്ഷൻ 177A. ഓക്കെ, ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ? ഓപ്ഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തുക. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാതെ തന്നെ ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് എത്തുക. ഓപ്ഷനാണ് ചെറുതെങ്കിൽ ഓപ്ഷൻ നോക്കുക, അതിനകത്ത് തന്നെ ആൻസർ കണ്ടെത്തുക. അതാണ് മികച്ച രീതി, നമ്മുടെ സമയം കളയേണ്ടാത്ത രീതി. എന്നാലും എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ എല്ലാ ക്വസ്റ്റ്യൻസിലും പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. പിന്നെ ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇതായതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു സർക്കിളിൽ ഒക്കെ വരുന്ന ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണെന്നൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ റെഡ് ട്രയാങ്കിളിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചിഹ്നങ്ങൾ പഠിക്കുക. മുന്നിലിടുങ്ങിയ പാലമുണ്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ട്രാഫിക് ചിഹ്നം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ബി ആണ് വരുന്നത് ആൻസർ വരുന്നത്. നിങ്ങൾ സിഗ്നലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും റോഡ് സിഗ്നൽസ് നോക്കിയിട്ട് ഇതെന്താണ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കട്ടോ. നിങ്ങളുടെ വാഹനം കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങുമ്പോൾ ക്ലച്ച് ചവിട്ടി ഇറക്കുന്നതും അല്ലെങ്കിൽ ഗിയർ ന്യൂട്രൽ ആക്കി വാഹനം പോകുന്നതും അപകടകരമാണ്. എന്തുകൊണ്ട്? ആൻസർ എന്താ? നിങ്ങളുടെ വാഹനം വേഗത കൂടുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ആക്ച്വലി പറയുമ്പോൾ എനിക്കൊരു മൂവിയാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നിന്ന്. നിങ്ങളുടെ മനസ്സിലും വന്നു എന്ന് എനിക്കറിയാമല്ല. എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ വെള്ളാനകളുടെ നാടാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ആ മൂവി പേര് അറിയില്ല. പക്ഷേ ഇതൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു എന്താ പറയുക സീനാണ്. നമ്മുടെ റോളർ നിയന്ത്രണം വിട്ടിട്ട് ഒരു വീടിൻ്റെ മുന്നിൽ മതിലിടിച്ച് നിർത്തുന്നതൊക്കെ. അപ്പോൾ അത് ഓർക്കുക. ഓക്കെ, കുത്തനെയുള്ള ഒരു ഇറക്കം എന്ന് കാണുമ്പോഴേ എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് കുത്തനെയുള്ള ഇറക്കവും ക്ലച്ച് ചവിട്ടുകയോ അല്ലെങ്കിൽ ന്യൂട്രൽ ആക്കുവാണെങ്കിൽ എന്നാണെങ്കിലും ആ ഒരു ഇതിനകത്ത് മൂവ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. ന്യൂട്രലാണെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടി സ്പീഡോടെ ആയിരിക്കും. ഇറക്കമായതുകൊണ്ട് തന്നെ സ്പീഡ് കൂടാനായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നിയന്ത്രണം കിട്ടില്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലച്ചും ഗിയർ ന്യൂട്രൽ അതുപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ വരുവാണെങ്കിൽ അപ്പം തന്നെ എന്താ വാഹനത്തിൻ്റെ വേഗത കൂടുകയും നിയന്ത്രണം കിട്ടാതാവുകയും ചെയ്യുന്നു എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇനി നെക്സ്റ്റ്, യൂണിഫോമിലൊരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ സാന്നിധ്യത്തിൽ താഴെ പറയുന്ന ഡാഷ് കുറ്റം ചെയ്യുന്ന ആരെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഓക്കെ, വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? അപകടകരമായി വാഹനം ഓടിക്കുന്ന. അപ്പോൾ അപകടകരമായി വാഹനം ഓടിക്കുന്നവരെ അപ്പം തന്നെ വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ,
ഓപ്ഷൻസിലെ ഫസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ യൂണിഫോം ഇട്ട ഒരാൾക്ക് എന്താണ് അപകടകരമായി വാഹനം ഓടിക്കുന്ന ആരെ വേണമെങ്കിലും അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. നോട്ട് ടേക്ക് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് കേരളത്തിലെ എല്ലാ വിഭാഗം റോഡുകളിലും ഒരേ പരിധിയുള്ള വാഹനം ഏതാണ്? ഓട്ടോറിക്ഷ. ഓക്കെ, ഒരേ വേഗപരിധിയുള്ള വാഹനം ഏതാണ്? ഓട്ടോറിക്ഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത് എവിടെയാണ്? ആശുപത്രിക്ക് സമീപവും കോടതിയും. അപ്പോൾ കോടതി ഓർത്തിരുന്നാൽ മതി കേട്ടോ. കോടതി ഏത് ഓപ്ഷനിലുണ്ടോ, ആശുപത്രിക്ക് സമീപം പെട്ടെന്ന് നമ്മൾ ഓർത്തിരിക്കില്ല, പക്ഷേ കോടതി നമ്മൾ ഓർത്തിരിക്കും. കാരണം എന്താ, നമ്മൾ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കും കോടതിയിൽ സൈലൻസ് എന്ന് പറയില്ലേ, അപ്പോൾ കൂടുതൽ ഒച്ചയില്ലാത്തൊരു പരിസരമാണ് കോടതി പരിസരം. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഡ്രൈവർ നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതികരിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഡ്രൈവർ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് മതി. ഇതിനകത്ത് നമ്മൾ നോട്ട് ടേക്കിംഗ് ഒന്നും വേണ്ട. നമ്മൾ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മൾ ഒരു ഡ്രൈവർ ഇതാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ച് പറയണം, അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, എന്നെ അവിടെ നിർത്തണം, അല്ല ഞാൻ ഇവിടെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവിടെ തന്നെ നിർത്തണം. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒക്കെ അങ്ങനെയൊക്കെ പറയില്ലേ. അതുപോലെ കാറിൽ നമ്മൾ ടാക്സി വിളിക്കുമ്പോഴാണെങ്കിലും ഇവിടെ നിർത്തുള്ളൂ, ഇവിടം വരെ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല ഏട്ടാ, അവിടം വരെ നിർത്തണം എന്ന് നമ്മൾ പറയില്ലേ. അതുപോലെ നമ്മൾ പ്രതികരിക്കുക, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ഓർക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വിശദീകരിച്ചിങ്ങനെ നീട്ടി വലിച്ചോ പറയുന്നത്, വേറെ ഒന്നിനും വേണ്ടിയില്ല. നിങ്ങളൊന്നും വിചാരിക്കരുത്, നിങ്ങളുടെ ഓർമ്മയിൽ ഇത് നിൽക്കും ഇങ്ങനെ പറഞ്ഞാൽ. ഓക്കെ, ഇനി ഓവർ സ്പീഡ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെ ചെയ്തിരുന്നു, കഴിഞ്ഞ ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് മുന്നേത്തെ ക്വസ്റ്റ്യൻ വേണം. ഓവർ സ്പീഡിന് എത്രയാണ് പിഴ? 4000 രൂപ. സിമ്പിൾ. ഇനി നെക്സ്റ്റ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് അല്ലേ. ഇതെന്തായിരുന്നു? നേരത്തെ ഇടുങ്ങിയ പാലത്തിൻ്റെ ചിഹ്നം എന്താണെന്ന് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈൻ തന്നിട്ട് ഇതെന്തോ സൂചിപ്പിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ സൈൻ എല്ലാം ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പിഴയുടെ കാര്യത്തിൽ വരുമ്പോൾ 5000 രൂപ അതൊരു കോമൺ ആയിട്ടുള്ളൊരു നമ്പറാണ്. അപ്പോൾ 5000 രൂപ എന്നുള്ളത് നിങ്ങൾ ഈ ചോദ്യം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മൾ എക്സാമിന് പോവുകയാണ്, ടൈം ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ 5000 രൂപ എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യുക. അത് നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കട്ടോ, ഇതിനൊന്ന് നോട്ട് ടേക്കിംഗ് ഒന്നും ചെയ്യേണ്ട. നമുക്ക് നേരത്തെ എന്താണ് ഓവർ സ്പീഡിൻ്റെ ഇപ്പം പഠിച്ചു 4000 രൂപ. പിന്നെ എന്താണ് മറ്റേ ക്ലെയിം ട്രിബ്യൂണൽ അല്ലേ, ക്ലെയിം ട്രിബ്യൂണൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? 1,00,000 രൂപ. അപ്പോൾ അതും ഓർത്തിരിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതൊരു വലിയൊരു ഓപ്ഷൻസ് വലിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സിക്സാക്ക് ലൈനും പിന്നെ മുകളിലേക്ക് ഒരു ആരോയും കാണുവാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് നോക്കാം. നമുക്ക് പൊതുവേ നമ്മൾ 3-4 മെത്തേഡാണ് കേട്ടോ പെട്ടെന്ന് ആൻസർ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന്, ചിത്രത്തിലൂടെ ഈ ഒരു ചിത്രം വരുവാണെങ്കിൽ ഇന്നതാണ് ഓപ്ഷൻ എന്ന് ഇതാക്കുക. പിന്നെ ക്വസ്റ്റ്യൻസിലെ ചില സെക്ഷൻസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സെക്ഷൻസ് എടുത്തിട്ട് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോമൺ ആയിട്ട് വരുന്ന സംഭവങ്ങൾ, ഇപ്പോൾ പിഴയാണെങ്കിൽ 5000 രൂപ അല്ലെങ്കിൽ മുകളിൽ കൊടുത്തവയെല്ലാം എന്ന് കാണിക്കുവാണെങ്കിൽ മിക്കവാറും ആ മുകളിൽ കൊടുത്തവയെല്ലാം എന്നുള്ളതായിരിക്കും ആൻസർ. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടുപിടിക്കുക, അതാണ്. ഓക്കെ, ഈ ഒരു സിക്സാഗ് ലൈനും പിന്നെ നേരെ പോകുന്നൊരു ആരോയും ഉണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഡി ഓപ്ഷൻ മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം എന്ന ഓപ്ഷനാണ് വരുന്നതെങ്കിൽ ഒരു 70% ക്വസ്റ്റ്യൻസിനും അതിൻ്റെ ആൻസർ ഡി തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക എന്ന് സൂചിപ്പിക്കുന്ന ലൈൻ. ഓക്കെ, അത് സർക്കിളിൽ വന്നിട്ട് ബ്ലൂ, ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ നേവി ബ്ലൂ ആണോ എന്ന് എനിക്കറിയില്ല, ഡാർക്ക് ബ്ലൂ ഓർ നേവി ബ്ലൂ. നിങ്ങൾ എന്താണ് ഇതിന് കൃത്യമായിട്ട് പറയുന്നതെന്ന് എനിക്കറിയാമല്ലോ കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈൻ തന്നിരിക്കുകയാണെങ്കിൽ നിർബന്ധമായും എന്നുള്ളൊരിത് ഉണ്ടായിരിക്കും. പിന്നെ എങ്ങോട്ടേക്കാണ് തിരിയേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇടത്തോട്ടേക്ക്. അപ്പോൾ ഇടത്തേക്കുള്ള ആരോ ആയിരിക്കും, വെള്ള ഇടത്തേക്കുള്ള ആരോയിൽ
ബ്ലൂ സർക്കിളിൽ ഡാർക്ക് ബ്ലൂവിലായിരിക്കും സർക്കിൾ ഫുള്ളും ഫില്ല് ചെയ്തേക്കുന്ന വെള്ള ഇടത്തേക്കുള്ള ആരോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിവേഴ്സ് ഡ്രൈവിംഗ് അനുവദനീയമായത് എപ്പോൾ? അപ്പോൾ റിവേഴ്സ് ഡ്രൈവിംഗ് എപ്പോഴാണ് അനുവദനീയമായത്? ദിശ മാറുന്നതിന് ആവശ്യമായ കുറഞ്ഞ ദൂരമുള്ളപ്പോഴാണ് റിവേഴ്സ് ഡ്രൈവിംഗ് അനുവദനീയമായത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മോട്ടോർ വാഹനം അപകടത്തിൽ പെട്ടാൽ ആൻസർ മാത്രമായിട്ട് നമ്മൾ നോക്കുന്നുള്ളൂ. ആൻസർ മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എക്സാമിന് വരുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ വരും. 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷന് അറിയിക്കണം. ഓക്കെ, അപ്പോൾ മോട്ടോർ അപകടം എന്ന് ഓർത്തിരിക്കുക. 24 അവർ. ഓക്കെ, അതും ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. മോട്ടോർ വാഹനം അപകടത്തിൽപ്പെട്ടാൽ 24 അവേഴ്സിനുള്ളിൽ പോലീസിനെ അറിയിക്കണം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും വായിച്ചു കൊണ്ട് ഒരു ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പിക്ചർ കണ്ട് തന്നെ ആൻസറിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഓപ്ഷൻസ് കണ്ട് തന്നെ ആൻസറിലേക്ക് എത്തുക, അല്ലെങ്കിൽ മാത്രം ക്വസ്റ്റ്യൻസ് നോക്കി ആൻസറിലേക്ക് എത്തുക. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കുക. ഒരു നടുക്ക് എന്താണ്, ഒരു മഞ്ഞ ബോക്സ് ഉണ്ട് അല്ലേ, മഞ്ഞ കുറേ വരകളോട് കൂടിയ ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് ഈ മഞ്ഞ ബോക്സിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ബി ഓപ്ഷനിലാണ് ആ ഒരു ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്. കഴിഞ്ഞാൽ കണ്ടോ, മഞ്ഞ ബോക്സിൽ നിർത്താനും പാർക്ക് ചെയ്യാനും പാടില്ല. അപ്പോൾ എന്താണ് ആൻസർ? എന്താണ്? ബി. ഓക്കെ, നമ്മളുടെ റോഡ് ക്ലിയർ ആണെങ്കിൽ മാത്രം നമ്മൾ മുന്നോട്ടേക്ക് ആ മഞ്ഞ ബോക്സിൻ്റെ അകത്തോട്ടേക്ക് എടുക്കാനായിട്ട് പറ്റും. ആ മഞ്ഞ ബോക്സിനകത്ത് നമുക്ക് നിർത്താനായിട്ടോ പാർക്ക് ചെയ്യാനായിട്ടോ പാടില്ല. അതാണ് ആ മഞ്ഞ ബോക്സിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന് കണ്ടോ, ഒരു ടീ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ടീയുടെ മോൾ വശം എന്താണ്? റെഡായിട്ട് കൊടുത്തിട്ടുണ്ട്. റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് എന്താ? ഡേഞ്ചർ ഇല്ല എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നല്ലേ. അപ്പോൾ എന്താണ്, മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അത് ഓർത്തിരിക്കുക. മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല എന്ന് പറയുന്നത് ഇതിൻ്റെ സിഗ്നൽ ഇതാണ് എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞു ഈ ഡാർക്ക് ബ്ലൂവിൽ ആരോ ഇട്ട്, ഇതിൻ്റെ തന്നെ നേരെ തിരിച്ചും വന്നേക്കുന്നുണ്ട്. നിർബന്ധമായ ഇടത്തേക്ക് തിരിയുക എന്നുള്ളതിൻ്റെ ഏതാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ തിരിച്ചും വന്നേക്കുന്നു കണ്ടോ. ഇങ്ങനെ പറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആരോ എന്താണ് സൂചിപ്പിക്കുന്നത്? നിർബന്ധമായും എന്നുള്ളതിൽ ഇതിനകത്ത് തന്നെ എയും സിയും നിർബന്ധമായും എന്ന് ആദ്യം തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? എങ്ങോട്ടേക്കാണ് ആരോ എന്ന് നോക്കുക. ഇപ്പോൾ ഏതാ? ഇടത്തേക്കാണ് ആരോ, അപ്പോൾ ഇടത്തേക്ക് തിരിയുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എ ആണെന്ന് നിങ്ങൾക്ക് തോന്നാം. എ എന്താണെന്നറിയോ? നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക എന്നുള്ളത്. ഈ ആരോ വന്നിട്ടേ കുറച്ച് ഒരു എന്താ പറയുക, ഇഞ്ച് പോലത്തെ ഒരു ഇഞ്ചും അല്ല, ഞാനിപ്പോൾ കുറച്ചൊരു ചെരിഞ്ഞായിരിക്കും ഈ ആരോ കേട്ടോ. ചെരിഞ്ഞ ഇടത്തേക്കുള്ള ആരോയാണ് ഇടതുവശം ചേർന്ന് ഓടിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ സിഗ്നൽ പഠിക്കുമ്പോൾ ഈ 2 ആരോയും മാറിപ്പോകാതിരിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്പീഡ് ഗവർണർ ഘടിപ്പിച്ച വാഹനമാണ് നിങ്ങൾ ഓടിക്കുന്നത്. ഇതിൽ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? അപ്പോൾ എന്താണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്? മറ്റു വാഹനത്തെ മറികടക്കുന്നത്. സ്പീഡ് ഗവർണർ ഘടിപ്പിച്ച വാഹനമാണെങ്കിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസ് 2017 അനുസരിച്ച് പാർക്കിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2017 കേട്ടോ. അപ്പോൾ 2017 മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻ 2017 എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞാൽ റോഡിലോ പൊതുസ്ഥലങ്ങളിലോ 3 മിനിറ്റിലകം യാത്രക്കാരെയോ ചരക്കോ കയറ്റാനോ ഇറക്കാനോ അല്ലാതെ വാഹനം നിർത്തരുത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിലോ പൊതുസ്ഥലങ്ങളിലോ ഈ പെട്ടെന്ന് നിർത്തിയിടില്ലേ, നടുക്കൊക്കെ ചില വണ്ടികളൊക്കെ നിർത്തൂലേ. ഇപ്പോൾ ഓട്ടോ നിർത്തുവാണെങ്കിൽ എന്തായിരിക്കും, അതിനകത്ത് ആൾ ഇറങ്ങാനായിട്ടായിരിക്കും നിർത്തുന്നത്. അല്ലെങ്കിൽ വല്ലതും സൈഡിൽ ഇപ്പോൾ പോക്കറ്റ് റോഡിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്ഥലമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടുത്തെ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ ആ ഒരു വണ്ടിക്ക് അവിടെ പാർക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയും
അനുവദനീയമാണ്. അല്ലാതെ നമ്മളെന്താ പോക്കറ്റ് റോഡിൽ ഒട്ടും സ്ഥലമില്ലാത്തയിടത്ത് നമ്മൾ വണ്ടി ഇട്ടേച്ച് പോകാനായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകാനായിട്ട് നമുക്ക് അനുവദനീയമല്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസ് 2017 എന്ന് പറയുമ്പോഴേ ഓർത്തിരിക്കേണ്ടതെന്നാണ് 3 മിനിറ്റ് കേട്ടോ. 3 മിനിറ്റോ അതിലധികമോ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ്. കേട്ടല്ലോ. അപ്പോൾ ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. നമുക്ക് തെറ്റായിട്ടുള്ള പ്രസ്താവന മാത്രം നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ തെറ്റായിട്ടുള്ളത് നോട്ട് ടേക്കിങ്ങിൽ പ്രത്യേകം ഇത് എഴുതി വയ്ക്കണം കേട്ടോ. റെഡ് അല്ലെങ്കിൽ ഗ്രീൻ ഇങ്കിൽ എഴുതി വയ്ക്കുക തെറ്റായിട്ടുള്ളത് എന്നുള്ളതിൽ എഴുതി വെച്ചിട്ട് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിൻ്റെ സാധുത കാലഹരണപ്പെട്ട വാഹനം പിടിച്ചെടുക്കും. ഓക്കെ. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളത് അത് തെറ്റാണെന്ന് അറിയാം. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ പിടിച്ചെടുക്കുകയൊന്നുമില്ല. അത് ഓടിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കുന്നത്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അത് അതിൻ്റെ ഫൈൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. അല്ലാതെ പിടിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിയമപരമായിട്ട് അങ്ങനത്തെ ഒരു ഇത് എനിക്കറിവില്ല. ഇനി അങ്ങനെ ഉണ്ടോ ഇല്ല എന്നാണ് ഇതിനകത്തുനിന്നും പറയുന്നത്. എന്തെങ്കിലും റൂൾസ് ഉണ്ടോ ഇനി ഒന്ന് കൂടുതൽ തവണ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചെടുക്കും എന്നുള്ള ഒരു റൂളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 30 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്ത് വയ്ക്കുക. നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ നോട്ട് ടേക്ക് ചെയ്യുക. നോട്ട് ടേക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആ നോട്ട് നോക്കുമ്പോൾ ഇത് നേരത്തെ വന്ന ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് വീണ്ടും നമ്മളുടെ ആ ഓർമ്മ കൂട്ടുന്നു. നമുക്ക് പെട്ടെന്ന് അടയാളപ്പെടുത്താനായിട്ടുള്ള ടെൻഡൻസിയും കൂട്ടും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെക്ഷനിൽ നമുക്ക് കാണാം.